വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഹസ്ലിംഗ് ആനീസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വുട്ടായ് ഷാൻ ബുദ്ധസ് ടെമ്പിൾ. ഇത് ബെത്തനി ഒണ്ടാരിയോയിലുള്ള നല്ലൊരു കുറേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 35 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പോൾ ഈ മൗണ്ട് ബുത്തായിൽ ശരിക്കും പറഞ്ഞാൽ 5 പ്ലാറ്റ്ഫോംസ് ഉണ്ട് ബുദ്ധിസം റെപ്രസെൻ്റ് ചെയ്യുന്ന. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ആൻഡ് സെൻട്രൽ. അതേ സെയിം റെപ്ലിക്ക തന്നെ ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ആദ്യം പോകുന്ന അതിൻ്റെ നോർത്ത് പ്ലാറ്റ്ഫോമിലാണ്. നോർത്ത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതും അതുപോലെ ചൈനയുടെ മൗണ്ട് ബുത്തായിൻ്റെ സീക്രട്ട് ഇത് തന്നെ സിംബലൈസ് ചെയ്യുന്നത് പോലെയാണ്. ഇത് മെയിനായിട്ടും ഡയറക്ഷനും ഒരു സ്പിരിച്വൽ ക്വാളിറ്റിയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. മഞ്ജുശ്രീ ബോധ സത്വ അതായത് വിസ്റ്റമിൻ്റെ ഒരു എംബോഡിമെന്റ് എന്ന് പറയുന്നത് ഇതിനെ. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്ന ആ ഗോൾഡൻ സ്റ്റാച്യു എന്ന് പറയാമോ എനിക്കറിയില്ല, പ്രോബ്ലി. അപ്പം അവിടേക്ക് ആദ്യം പോയിട്ട് പിന്നെ ബാക്കി നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതാണ് നോർത്ത് പ്ലാറ്റ്ഫോമിലെ മഞ്ജുശ്രീ ബോധിസത്വ. ഇതിൽ ഈ സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 9.99 ആണ്. ഓവറോൾ പ്ലാറ്റ്ഫോം ഹൈറ്റ് എന്ന് പറയുന്നത് 13. ഇതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ ബ്രോൺസ് ആണ് ശരിക്കും. ഇത് ആക്ച്വലി ചൈനയിൽ നിന്ന് പണിയിച്ചിട്ട് അവിടുന്ന് ബൈ സീ ഇമ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ഒരു 6 കാർഗോ കണ്ടെയ്നേഴ്സിൽ ആയിട്ട് 2017 വന്നതാണ്. അവിടുന്ന് 5 വർഷം പണി തീർത്ത് 2017 തുടങ്ങിയതാണ്. പണി തീർത്ത് 5 വർഷം, ഓവർ 5 years എടുത്തു. അത് പണിത് ഇവിടെ വെച്ചു. ഇവരുടെ സൈറ്റിലും കാര്യങ്ങളിലും ഇതിൻ്റെ കോൺസെക്രേഷൻ സെറിമണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ ഫുൾ സൈറ്റ് സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷനാണ്. അതുകൊണ്ടായിരിക്കണം ഇവിടെ വരുമ്പം പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് വെറും $20. അത് മാത്രമേ ഇവർ വാങ്ങിക്കുന്നുള്ളൂ. ബാക്കി ഒരു എൻട്രി ഫീസോ ഓരോ പോയിന്റിലേക്ക് ഒരു പ്രത്യേക ഫീസോ ഒന്നും ഇല്ല. ഞാൻ ശരിക്കും അനച്ചു കേട്ടോ, കാരണം നിങ്ങൾക്ക് കണ്ടറിയാം ഇതൊരു ടോപ്പ് ഇതിലാണ്. ഇത് ശരിക്കും അണച്ചു പോയി. സ്റ്റെപ്പ് ഒന്നും ഞാൻ സ്റ്റിൽ കൺസ്ട്രക്ഷനാണ്, അത് സ്റ്റെപ്പൊന്നും പണിതിട്ടില്ല. സ്റ്റീപ്പ് ഹില്ലാണ്. ഇങ്ങോട്ട് അധികം ആരും വരുന്നില്ല, ബിക്കോസ് ഇത് ലൈക്ക് ഫുള്ളി കൺസ്ട്രക്റ്റഡ് അല്ലാത്തത് കൊണ്ട് നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വരുത്തുള്ളൂ. സോ യാ, ദാറ്റ് ഈസ് there it is. അപ്പോൾ നമ്മൾ നോർത്തേൺ പ്ലാറ്റ്ഫോം കണ്ടു. ഇനി നമ്മൾ വെസ്റ്റേൺ പ്ലാറ്റ്ഫോമിൽ വന്നേക്കാണ്.
വെസ്റ്റേൺ പ്ലാറ്റ്ഫോം സെയിം പോലെ തന്നെയാണ്, ബ്രോൺസിലാണ്. ഓവറോൾ ഹൈറ്റ് 13 സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് 9.99 ആണ്. ഈ 18ാം പടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് 18 അതിലും കൂടുതൽ പടികളുണ്ട്. ഈ 500 ഏക്കർ എന്തോ ഭാഗ്യത്തിന് നടന്നു കയറാണ്ട്. അവരോരോ പോയിന്റിലും നമുക്ക് പാർക്ക് ചെയ്ത് ഇത്രയും ഒരു സ്റ്റെപ്പ് കയറി ടോപ്പിലെത്തി കാണുന്ന പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷനാണ്. നമ്മളിപ്പോൾ കണ്ടാൽ തന്നെ അവിടെ ഒരു വിസ്ഡം ലേക്കും അവിടെ 3 ബുദ്ധയുടെ സ്റ്റാച്യൂസ് ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും എൻട്രി ഇല്ല, ബിക്കോസ് ഒക്കെ സ്റ്റിൽ കൺസ്ട്രക്ഷനാണ്. ഈ ഏരിയയൊക്കെ സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷനാണ്. സോ ലെറ്റ്സ് ഗോ സീ വെസ്റ്റേൺ പ്ലാറ്റ്ഫോം ഓഫ് ബുദ്ധിസം. വെസ്റ്റേൺ പ്ലാറ്റ്ഫോമിലെ ബുദ്ധയുടെ ഓഫറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കരിയർ പാത്തിൻ്റെ സക്സസ്ഫുൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ ഇതിന് ചുറ്റും 8 സ്തൂപ്പാസ് ഉണ്ട്. ഈ 8 സ്തൂപ്പാസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ബുദ്ധയുടെ ജനനം തൊട്ട് ബുദ്ധ ആ ഹോളി ഇതിൽ ആവുന്ന ഇവിടെ ഉള്ള ജേർണിയാണ് ഓരോ സ്തൂപ്പയിലും ഉള്ളത്. ഇപ്പോൾ ഈ ഒരു സ്തൂപ്പയിൽ കണ്ടു കഴിഞ്ഞാൽ സ്തൂപ്പ് ഓഫ് ഡിസെൻറ്റ് ഫ്രം ദ ഗോഡ് റിലം, അതായത് ബുദ്ധ തുഷിത ഹെവനിന്ന് ബുദ്ധ ക്വീൻ മായയിലേക്ക് വന്ന ആ ഒരു ബേർത്തിൻ്റെ ഇതാണ്. ഇതിൽ ഓരോന്നിലും ഓരോ സീക്രട്ട് ഐറ്റംസ് ഉണ്ട് ചൈനയിൽ നിന്ന് ഇവർ കൊണ്ടുവന്ന് ബുദ്ധിസം റെപ്രസെൻറ്റ് ചെയ്യുന്ന. അതിന് ഓരോ സ്തൂപ്പയിലും ബുദ്ധയുടെ ലൈഫ് ഇത് ഈ 8 സ്തൂപങ്ങളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഓരോ സ്ക്രിപ്റ്റേഴ്സും ഉണ്ട്. സോ യാ, ഇതാണ് മെയിൻ ബുദ്ധ ടെമ്പിൾ. ഇവിടുത്തെ നമ്മൾ ആക്ച്വലി കയറി വന്നപ്പം ഇതിനകത്ത് 3-4 ഹാൾസ് ഉണ്ട്. എനിക്ക് അതിൻ്റെ ഒന്നും പേരൊന്നും എൻ്റെ വായിക്കൊള്ളാത്ത പേരുകളാണ്. പക്ഷെ ഇതാണ് മെയിൻ ബുദ്ധ ടെമ്പിൾ. ഇതിൽ 5 സീക്രട്ട് ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്യൂവും ബോധിവസ്ഥ സ്റ്റാച്യൂസും ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാനാണ് മേളിൽ പോകുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. വുഡൻ ഇതിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ബ്രോൺസിൻ്റെ അപ്പർ റൂഫിങ് വന്നിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈസ്റ്റേൺ ഹാൾ ഓഫ് ചൈനയുടെ ബുദ്ധായിസ്റ്റ് ഷാൻ ടെമ്പിളിൽ കഴിഞ്ഞിട്ട് അതിനെ ഇൻസ്പയർ ചെയ്ത് പണിത ഒരു ടെമ്പിളാണിത്. ഇത് ശരിക്കും റോസ് വുഡിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു യുണീക്ക് ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, സിൻസ് ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റഡ് ഫ്രം റോസ് വുഡ്. പിന്നെ റൂഫ് ബ്രോൺസ് ആണ്.
അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. സോ ഇതൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് ടൈം കിട്ടിയപ്പോ ഇവിടുത്തെ ഈ ഒരു ബുദ്ധ ടെമ്പിൾ നമ്മൾ വിസിറ്റ് ചെയ്യണമെന്ന് കുറെ നാളുകൊണ്ട് വിചാരിച്ചു. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എടുത്ത് നമ്മള് എല്ലായിടത്തും സമാധാനപരമായി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മള് 4 മണിക്ക് വന്ന് ഇപ്പൊ മണി 7. എന്നിട്ട് ഞങ്ങൾ കവർ ചെയ്തില്ല. ഞങ്ങള് സതേൺ സ്റ്റാച്ചുവും ഈ സ്റ്റാച്ചു ഒന്നും കവർ ചെയ്തിട്ടില്ല. കാരണം അത് പാർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ നടന്ന് കയറാനുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ശരിക്കും എൻട്രൻസ് വ്യൂ എന്നാണ് നമ്മൾ ശരിക്കും ഇപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ശരിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. ആക്ച്വലി കൺസ്ട്രക്ഷൻ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഒരു കിഡിലം ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ കാണാനൊക്കെ ഒത്തിരി ഉണ്ട്. കാനഡയിലൊക്കെ ഉള്ളവര് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ, വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. സോ if you guys liked our video, please do like, share and subscribe. Bye.